വനിതയുമായി ഞാൻ സഭ്യതരമായ ഭാഷയിൽ വർത്തമാനം പറയുകയുണ്ടായി എന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ എന്നെ ഏതാവശ്യത്തിന് സമീപിക്കുന്ന ആരോട് നല്ല നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ പോലും പരമാവധി നല്ല നിലയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇതുവരെയായി. എൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാര്യത്തിൽ ശരി തെറ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിലെ ശരി തെറ്റുകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും ഞാൻ വോട്ടർമാരോടും പറഞ്ഞിട്ടുള്ളത് എന്നെ ഓർത്ത് ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം ഞാനായിട്ടുണ്ടാക്കുകയില്ല എന്നാണ്. മാധ്യമലോകം ഈ വാർത്ത നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ വോട്ടർമാരും കേരളത്തിലെമ്പാടുമുള്ള എൻ്റെ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും അവരുടെ എന്നെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. LDF സർക്കാരാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ ആദ്യത്തെ കടമ ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്
എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. കോഴിക്കോടെ മാധ്യമപ്രവർത്തകന്മാർ ഞാൻ മന്ത്രിയാകുന്നതിനും മുമ്പ് തന്നെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായ സഹകരണവും നൽകിയിട്ടുള്ളവരാണ്. മന്ത്രിയായതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നൽകിയ ആ പ്രോത്സാഹനത്തിന്, പിന്തുണയ്ക്ക് ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങളുടെ ഉപദേശവും സഹായ സഹകരണങ്ങളും നിർദ്ദേശവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം, ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ ഒരു വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഞാനത് പറഞ്ഞല്ലോ, എനിക്കതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. അത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏർപ്പെട്ടിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അന്വേഷിക്കുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ എനിക്ക് വേണ്ടത് എൻ്റെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അന്തസ്സ് ഉയർത്തുകയുമാണ് എൻ്റെ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്വാഭാവികമായും ശ്രമിക്കുമല്ലോ. പാർട്ടിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അല്ല, എൻ്റെ ഒരു നിലപാട്, എനിക്ക് ആരെക്കുറിച്ചും പരാതിയില്ലാത്ത ആളാണ് ഞാൻ. അയ്യോ, ഞാനിങ്ങനെ രാജി പറഞ്ഞല്ലേ ഉള്ളൂ. രാജി പറയും മുമ്പ് എങ്ങനെയാ അങ്ങനെ ഒരു ചർച്ച നടക്കുക? ഞാൻ ആ മംഗളം വാർത്ത ശ്രദ്ധിച്ചിട്ടില്ല കാണാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വഴിക്കുന്നതാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനതിലെ ശരിതെറ്റുകളെക്കുറിച്ച് ഇപ്പോൾ പോകുന്നില്ല. അത് അന്വേഷിക്കട്ടെ. എൻ്റെ ഉത്തമ ബോധ്യം, ഞാനങ്ങനെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ്. ശരിതെറ്റ് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും അങ്ങനൊരു ലൊക്കേഷൻ പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഗോവ അടുത്ത കാലത്തെങ്ങാനും ഈ ഒരു സംഭവം നടന്നതായിട്ട്, പ്രത്യേകിച്ച് ഗോവയിൽ പോയി ഇത്തരത്തിലൊരു ആരെങ്കിലുമായി സംഭാഷണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിലുണ്ടോ? മന്ത്രിയാകുമ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഓർമ്മ കാണുമല്ലോ. ഗോവയിൽ ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പ്രചരണാർത്ഥം ഗോവയിൽ പോയിട്ടുണ്ട്. താങ്കൾക്ക് മന്ത്രിസ്ഥാനം തരുന്ന കാലത്ത് സ്വാഭാവികമായും താങ്കൾക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ നീണ്ടു പോകുന്ന 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളത് ഒഴിഞ്ഞു കൊടുക്കുന്നുള്ള ധാരണയാണ് പലർക്കും ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷേ അത് നടക്കില്ല എന്ന് വേറെ തരത്തിലും അറിയാം. അങ്ങനെ വല്ല നീക്കം എൻ്റെ പുറകിലുണ്ടായിരുന്നു. അത് തിരിച്ചാനല്ല, ഞാൻ ഉള്ള കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ വല്ല സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഘട്ടത്തിൽ ആരെക്കുറിച്ച് ഞാൻ ഒരു സംശയവും ഉന്നയിക്കുന്നില്ല. അല്ല, ഞാൻ ഇങ്ങനെ ഒരു സംഭവവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് AK ശശീന്ദ്രൻ്റെതെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഒരു മാധ്യമത്തിൽ ശബ്ദം ഇങ്ങനെ പോരുന്നതുകൊണ്ടേ ഇരിക്കുകയാണ്. താങ്കൾ കേരളത്തിൻ്റെ മന്ത്രിയാണ്. താങ്കളുടെ ശബ്ദം അല്ലെങ്കിൽ അത് താങ്കൾ പറയണ്ടേ? താങ്കളൊരു മന്ത്രിയാണ്. അപ്പോൾ എൻ്റെ അല്ല, ഞാനത് കേട്ടിട്ടില്ല, എനിക്കറിയില്ല, ഗൂഢാലോചനയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉത്തരമല്ല. താങ്കളെ പറ്റി ഒരു മാധ്യമം രാവിലെ മുതൽ ആരോപണം ഉന്നയിക്കുക. താങ്കൾ ഒരു സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പിട്ടിട്ട് ആരോപണം ഉന്നയിക്കുക. അപ്പോൾ താങ്കൾ പറയണം, എൻ്റെ ശബ്ദമല്ല, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ക്ലിയർ ആകും. അല്ല, ഞാനത് പറഞ്ഞല്ലോ, അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ലോ, എനിക്കതിനകത്തൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സംഭവമായി എനിക്ക് അല്ല, ഞാൻ നിങ്ങളോട് സത്യം പറയല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടില്ല. ആ ക്ലിപ്പിംഗ് ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളായി ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. ഇവിടെ TV കാണുകയും ചെയ്യാം. താങ്കളത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് താങ്കൾ അത് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിഞ്ഞു മാറാനുള്ളൊരു ശ്രമം മാത്രമായി ഒരു വ്യാഖ്യാനിക്കാൻ കഴിയും. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയത് മെറിറ്റിലേക്കല്ല.
മെറിറ്റിലേക്ക് ഞാനിനി പോവുകയുള്ളൂ. ഇപ്പം ഞാൻ മെറിറ്റിലേക്കല്ല പോയത്. ഇപ്പോൾ ഞാൻ പോയത് അതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഞാനൊരു രാഷ്ട്രീയ ജീവിയാണ്. എനിക്ക് ഏറ്റവും പ്രധാനം, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ആ ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിപ്പോൾ ഞാൻ എൻ്റെ തീരുമാനമായി. കാരണം എനിക്കൊരു തീരുമാനം എടുക്കണമായിരുന്നു. ആ തീരുമാനമെടുക്കാൻ സ്വാഭാവികമായി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തനിച്ചൊരു തീരുമാനമല്ലല്ലോ ഞാൻ എടുക്കുക. എനിക്ക് എൻ്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു, പിന്നെ സംസ്ഥാന നേതൃത്വമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു, മുന്നണി നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഞാനൊരു വളച്ചുകെട്ടില്ലാതെ പറയാം, നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് എനിക്കറിയാം. ഞാനതുകൊണ്ട് ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഇത് ഒരു കാരണവശാലും ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ മുന്നണിക്കോ പാർട്ടിക്കോ എൻ്റെ പ്രവർത്തകന്മാർക്കോ പ്രശ്നമാകാതെ എന്ത് തീരുമാനമെടുക്കണം. ഇനി എനിക്ക് എൻ്റെ തീരുമാനമായി, ഇനി എനിക്ക് വസ്തുതാന്വേഷണത്തിലേക്ക് പോകാം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. അങ്ങ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, അദ്ദേഹം സ്വീകരിച്ച നിലപാടുണ്ട്. മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ശശീന്ദ്രന് കഴിയുമല്ലോ. അതായത് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു? ഇല്ല, അദ്ദേഹം രാജി ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അറിയുന്ന ആളാണ്. അത് ഞാൻ പ്രത്യേകിച്ചൊരു ഉപദേശമൊന്നും തരുന്നില്ല. ഏറ്റവും ശരി ഏതാണ് എന്ന് ശശീന്ദ്രന് തോന്നുന്നുണ്ടെങ്കിൽ ആ ശരി ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്കിപ്പോഴും അദ്ദേഹത്തോട് വളരെ നന്ദിയാണ്. കാരണം എൻ്റെ ഭരണത്തിലുടനീളം ഈ ഒരു കൊല്ലമേ ആയിട്ടുള്ളൂവെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ, ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തു വന്നാലും ആരദ്ദേഹത്തെ സമീപിച്ചാലും അത് ശരിയായ തീരുമാനമെടുക്കാൻ ശശീന്ദ്രൻ അറിയും, അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി എന്ന അതിശക്തമായ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തോട് വെച്ചത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ശശീന്ദ്രന് നല്ലതുപോലെ അറിയാമല്ലോ. ഞാൻ അങ്ങോട്ടാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിങ്ങനെ ഉപദേശം ചോദിക്കാൻ കാരണം മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഒരു യുദ്ധക്കളത്തിലാണ് മുന്നണിയുള്ളത്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ ഉപദേശമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. ശശീന്ദ്രൻ്റെ തീരുമാനം ഇതാണെങ്കിൽ അത് നല്ല തീരുമാനമാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഈ രാജിവെച്ചതിന് ഈ വസ്തുതാന്വേഷണം കഴിഞ്ഞാൽ പക്ഷേ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമായിട്ടാണോ ഇതിനെ കരുതുന്നത്? അല്ല, അങ്ങനെ ഇതിനൊരു ടൈം ടേബിളൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. രാജി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിയായി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനൊരു രാഷ്ട്രീയം വന്ന പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാനും കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ സമാനമായ സാഹചര്യങ്ങളിൽ മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ എൻ്റെ കാര്യം വരുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറ്റില്ലല്ലോ. അല്ല, ഇങ്ങനൊരു വാർത്ത വന്നു, അത് അന്വേഷിക്കാതെ എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് താങ്കളുടെ സഹപ്രവർത്തകന്മാരോട് ചോദിച്ചതുപോലെ ഗൂഢാലോചനയാണോ, വല്ല തരത്തിലുമുള്ള മാനിപ്പുലേഷൻസ് നടന്നതാണോ, മനഃപൂർവ്വം ഉണ്ടാക്കി കെട്ടിച്ചമച്ചതാണോ? ഇതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിലാണല്ലോ മനസ്സിലാക്കുക. ശബ്ദമാണോ എന്ന് തെളിയിക്കാനായിട്ട് ഇത്രയും സാങ്കേതിക വിദ്യയൊക്കെയുള്ള കാലത്ത് വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കായിട്ട് കിട്ടിയതല്ല, താങ്കളുടെ പാർട്ടിക്കായിട്ട് മുന്നണിയുടെ അംഗമായിരുന്നതുകൊണ്ട് കിട്ടിയതാണ്. ഇപ്പോൾ അങ്ങേക്ക് തന്നെ വ്യക്തതയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി മുന്നണി പാർട്ടിക്ക് കിട്ടിയ ഒരു സ്ഥാനം കളയുന്നത് അപക്വമല്ലേ? ഇത്ര സാങ്കേതിക വിദ്യയുള്ള കാലത്ത് അങ്ങേക്ക് വളരെ കുറച്ച് നാൾ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അങ്ങയുടെ ഒഴിവാണെന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി രാജിവെക്കുന്നത്? അല്ല, അത് ഒരു തികച്ചും വ്യക്തിനിഷ്ഠമാണ്. ഇതെല്ലാം അറിയുന്നത് വരെ കാത്തുനിന്ന് എന്നിട്ട് ഞാൻ നിരപരാധിയല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ശരിയായ രാഷ്ട്രീയ നിലപാടെന്നാണ് എൻ്റെ വിശ്വാസം. നാളെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു, ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നു. മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ളൊരു അന്വേഷണം ശരിയല്ല എന്ന ആരോപണം ഉന്നയിക്കാൻ ധാരാളം സാധ്യതകളില്ലേ നമ്മുടെ സമൂഹത്തിൽ? പ്രത്യേകിച്ചും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരാവശ്യം ഉന്നയിക്കുകയില്ലേ? അതിനൊരു അവസരം ഒരുക്കി കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഒരു ലൈംഗികാരോപണം, അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. അത് ഒരുപക്ഷെ അതൊരു കുറ്റസമ്മതമായി കണ്ടുള്ള വ്യാജയായി ഇതിനെ വ്യാഖ്യാനിച്ചിറങ്ങി എന്നതിന് മറുപടി അത് ഞാൻ വളരെ ഹൃദയം തുറന്നു ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? അല്ല, തോന്നലല്ല, അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
എനിക്കൊരറിവും ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സ്ത്രീകൾ താങ്കളെ സമീപിക്കുകയോ അവരോട് ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തിരുന്നു? എങ്ങനെ മോശമായിട്ടോ? ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളോട് താങ്കൾ ഫോണിലൂടെ സംസാരിച്ചു? ഇല്ല, ഞാൻ ആരോടും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. മോശമായി സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അന്വേഷണം അല്ലല്ലോ എന്നെപ്പറ്റി നടത്തേണ്ടത്. ഞാൻ നിർദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഏത് അന്വേഷണവും ഏറ്റവും ശരിയായ അന്വേഷണം നടത്തണം, വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം, അങ്ങനെയല്ലേ വേണ്ടത്. അതിന് താങ്കൾ നിർദ്ദേശിച്ച ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണം മുഖ്യമന്ത്രി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഒത്തുകളിയല്ലേ? അല്ല അല്ല ഇത് ഏത് സ്ത്രീയാണ്, ഏത് സ്ത്രീയാണെന്ന് ഈ ചാനലുകളൊന്നും പറയുന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സാങ്കേതികത്വത്തിലേ നിൽക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നിരവധി രാജിവെക്കാതിരിക്കാൻ നിരവധി ന്യായങ്ങളും നിരവധി കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ ആ സാങ്കേതികത്വത്തിലല്ല നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നു, അന്വേഷണത്തിന് വഴിയൊരുക്കണം. അന്വേഷണത്തിന് വഴിയൊരുക്കണമെങ്കിൽ ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ടാണോ അന്വേഷണം നടക്കേണ്ടത്? സമാനമായ സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലും ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടെന്താണ്, മന്ത്രിസ്ഥാനത്ത് തുറന്നുകൊണ്ട് അന്വേഷണം പറ്റില്ല എന്നല്ലേ. ആ രാഷ്ട്രീയ നിലപാട് ഞാനെങ്ങനെ എൻ്റെ കാര്യം വരുമ്പോൾ മാറ്റിയ? പുതിയ ചാനൽ വരികയാണ്, പുതിയ ചാനൽ അവരുണ്ടാക്കിയിട്ടുള്ള കെട്ടിച്ചമതാവുന്ന രീതിയിലൊക്കെ താങ്കൾക്ക് തള്ളിക്കളയാവുന്ന ഒരു സാധനമാണ്. അത് ഉദ്ദേശിച്ചിട്ട് താങ്കൾ എങ്ങനെയാണ് രാജിവെക്കാൻ പോകുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ശരി തെറ്റുകൾ അന്വേഷണത്തിൽ മനസ്സിലാവട്ടെ. എൻ്റെ ഭാഗം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. എന്നാലും ശരി തെറ്റുകൾ അന്വേഷിക്കേണ്ടത് ഞാൻ നിഷേധിച്ചതുകൊണ്ട് മാത്രം അത് ശരി തെറ്റ് ഏതാണെന്നാവുന്നില്ലല്ലോ. ആവുന്നുണ്ടോ? ഞാൻ നിഷേധിച്ചു, പക്ഷേ ഞാൻ ആ വസ്തുത നിഷേധിക്കുന്നു. എന്നാൽ സമൂഹം അത് ചർച്ച ചെയ്യുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ മന്ത്രിസ്ഥാനം നിലനിന്ന് ഇരുന്നു കൊണ്ടുള്ള അന്വേഷണം ഒരു ശരിയായ നടപടിയായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ ശബ്ദരേഖയിൽ അങ്ങയുടെ സംഭാഷണം മാത്രമാണ് ഇരിക്കുന്നത്. ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് സംസാരിച്ചു എന്നുള്ള ആ ഒരു ഭാഗം മറുശബ്ദം കേൾക്കുന്നില്ല എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. ഈ ധാർമ്മികതയുടെ പേരിൽ, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോഴും അങ്ങ് ഒരു MLA ആണ്. ഒരു MLAക്കും വേണ്ടേ രാഷ്ട്രീയ ധാർമ്മികത? വരട്ടെ. ഇത് അതേപടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഈ പറഞ്ഞ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ ഭൗതിക സാഹചര്യങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ധാർമ്മികത MLAക്ക് ആവശ്യമില്ല ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചതുപോലെ അന്വേഷണം നടക്കണം എന്ന് ഞാൻ പറയുകയാണ്. ആ സമയത്ത് മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ടുള്ളൊരു അന്വേഷണം ശരിയല്ല എന്നാണ് എൻ്റെ തോന്നൽ. കൂടുതൽ ചർച്ചകൾ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഈ ആരോപണം വന്ന ഉടൻ തന്നെ കൂടുതൽ വിശദമായ അതിന്റെ അന്വേഷണത്തിലേക്ക് പോകുന്നത് പ്രതിപക്ഷം പോലും വളരെ ശക്തമായ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നതിന് മുമ്പ് രാജി പ്രഖ്യാപനം നടക്കുന്നത് ഈ ആരോപണം ശരിവെക്കുന്നതിനെ അംഗീകരിക്കുന്നതില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം എനിക്കത് സന്തോഷമുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാർ പോലും എന്നെപ്പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. പക്ഷേ കേരളത്തിനൊരു മാതൃകയാവണം. ഒരു ആരോപണം ഉന്നയിച്ചിട്ട് 24 മണിക്കൂറൊക്കെ തികയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്ന മുമ്പ് ഒരു മന്ത്രി രാജിവെക്കുന്നു എന്ന് പറയുന്നത് ഒരു മോശം. അപ്പം ഞാൻ രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നാണോ? പക്ഷെ നിങ്ങളുടെ ആ സ്നേഹത്തിന് നന്ദി. അതായത് ഇത് ആരാണ് പരാതിക്കാരി എന്ന് പോലും ഇല്ലാത്ത ഒരു ശബ്ദരേഖയുടെ പേരിലാണ് താങ്കൾ രാജിവെക്കുന്നത്. ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നത്. കാരണം കോഴിക്കോടെ പത്രക്കാർക്ക് എന്നെ അറിയുന്നത് കൊണ്ടാണ് ഈ ഉത്കണ്ഠകൾ നിങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത്. അതിലെനിക്ക് നന്ദിയുണ്ട്. പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രി എൻ്റെ പാർട്ടിയും തീരുമാനിക്കേണ്ട കാര്യം. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹം ഇവിടെ ഇല്ല, നാട്ടിലില്ല.
അയ്യോ, പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എന്താ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശം പിന്നെ ആലോചിച്ചിട്ട് മതി എന്നായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒരു തീരുമാനം എടുത്തത്. താങ്കൾക്കെതിരെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ മന്ത്രിയായ മുതൽ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അടക്കം പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏതെങ്കിലും രീതിയിൽ കൂടാതെയുള്ള സാധനങ്ങളോ ഇത്തരം ആക്ഷേപത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ഘട്ടത്തിൽ ആരെക്കുറിച്ചും ഒരാക്ഷേപവും ഉന്നയിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഇതിന് മുമ്പ് എന്തെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇതിന് മുമ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ആ തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിരുന്നോ? ഇല്ല, എനിക്ക് ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. താങ്കളെ കുടുക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി താങ്കൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നോ? ഇല്ല. ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തത്തിൽ പ്രീതദോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങീ പറഞ്ഞ ധാർമ്മികത MLA സ്ഥാനത്തിന് പാത്രമല്ലേ? അത് നേരത്തെ ചോദിച്ചതുപോലെ MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ തീരുമാനം പറയാത്തത്? ഇരിക്കട്ടെ, സമയമുണ്ടല്ലോ. ഒരു പൗരൻ എന്ന നിലയിൽ ഫോണിൽ സംസാരിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം ഒരു പരാതിക്കാരി ഇല്ലായത് അങ്ങയുടെ പൗരാവകാശം അങ്ങയുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെന്ന് തോന്നുന്നു. അത് ഞാൻ മാധ്യമ സമൂഹത്തോടാണ് അപേക്ഷിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ വ്യക്തികളെ തേജോവധം ചെയ്യുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിക്കാതെ തേജോവധം ചെയ്യുന്ന വാർത്തകൾ ഒരു പരിശോധനയില്ലാതെ നടത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പം ഞാൻ പറഞ്ഞാൽ അതിനെല്ലാം വേറെ വ്യാഖ്യാനം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഞാനത് പറയാത്തത്. ഇപ്പോൾ അത് പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അതാ പറഞ്ഞത്, ഈ ഘട്ടത്തിൽ ഞാൻ ഒരു വ്യാഖ്യാനത്തിനും നിൽക്കുന്നില്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ പരിപാടി കട്ട് ചെയ്ത് ഞാനിനി ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. ഈ സ്ഥാനത്തിരുന്നു പ്രതിപക്ഷം പറഞ്ഞിരുന്ന പോലെ തന്നെ കുറെ നേതാക്കളുടെ മന്ത്രിമാരടക്കമുള്ളവരെ ഫോൺ ചോർത്തുന്നു എന്ന് പല രീതിയിൽ വരുന്നു. അങ്ങനെ ഫോൺ ചോർത്തലിന്റെ മാറുകയായിരുന്നു. നമുക്ക് വേറെ സന്ദർഭത്തിൽ പറയും. അല്ല, അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും പരിഭവമോ ആരെക്കുറിച്ചും സംശയമോ ആരെക്കുറിച്ചും ആക്ഷേപമോ ഒന്നുമില്ല. എനിക്ക് എന്നെപ്പറ്റി അരുതാത്തത് കേട്ടപ്പോൾ ഞാൻ ആ പേരും വെച്ച് ഈ പദവി എന്ന തൊപ്പി എൻ്റെ തലയിൽ വെക്കുന്നത് നല്ലതല്ല എന്നെനിക്ക് തോന്നി. ഞാൻ തൊപ്പി ഊരി താഴെ വെക്കുന്നു. എന്താ ഇത്ര സംശയം? അല്ല, ഈ വിഷയത്തിൽ താങ്കൾ കുറ്റവാളിയല്ലാത്ത സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഉയർന്ന ഈ ആക്ഷേപത്തിനെതിരെ താങ്കൾ നേരിട്ട് മരണനഷ്ട കേസോ അല്ലെങ്കിൽ ഉയർന്ന സാഹചര്യത്തിൽ അല്ല, അത് മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ. മുഖ്യമന്ത്രി അത് ചെയ്യും, അന്വേഷിക്കും, വരട്ടെ. അത് നോക്കാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ, അല്ല, ഇതുപോലത്തെ കാര്യത്തിൽ എൻ്റെ ഒരു രാജി മാത്രമാണ് എൻ്റെ വ്യക്തിപരമായ കാര്യം. ബാക്കി എല്ലാ കാര്യവും എനിക്ക് ചർച്ച ചെയ്ത് ആലോചിച്ചും ബന്ധപ്പെട്ട ഒരു തീർച്ചയായും അതിൽ പറഞ്ഞേ അല്ല, അതിനാണ് മുഖ്യമന്ത്രി ഉചിതമായ അന്വേഷണം ഏർപ്പെടുത്തും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം, ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ കുറ്റക്കാരാരാന്ന് തെളിയല്ലോ. അങ്ങനെ തെളിയുമ്പോൾ അല്ലേ പിന്നത്തെ കാര്യം വരുന്നുള്ളൂ. പിന്നെ മാഡം ചോദിച്ചതിന് ഞാൻ പറഞ്ഞത്, ഈ ഒരു അന്വേഷണത്തിന് തയ്യാറാകുമ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്നതിലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നാളെ മാധ്യമങ്ങളായ നിങ്ങൾ തന്നെ ചോദിക്കും, മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടത്തുന്നത് എത്രത്തോളം നിഷ്പക്ഷമാകും എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് പിന്നെ വഴിവെക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. ശരി, അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹവും എൻ്റെ ഒരു ഇതിന് പിന്നെ എൻ്റെ ഒരു യുക്തിക്ക് അദ്ദേഹം വിട്ടുതരിക ചെയ്തത്. അതെ, അദ്ദേഹം എൻ്റെ യുക്തിക്ക് പിന്നെ ശരിയായ തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം എൻ്റെ നേതാക്കന്മാർക്കുണ്ട്.
അന്വേഷിക്കും. അപ്പോൾ ശരി താമര. അത് കേട്ടിരുന്നെങ്കിൽ തൽക്കാലത്തേക്ക് പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടാവില്ല എന്നുള്ള ചില സൂചനകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് മറ്റൊരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ? ഞാനതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ശരി. കെ ശശീന്ദ്രൻ രാജിവച്ചിരിക്കുന്നു. അതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്. തന്റെ രാജി തന്റെ കുറ്റസമ്മതമല്ല, പക്ഷേ രാഷ്ട്രീയമായ ധാർമ്മികത മുൻനിർത്തി താൻ രാജിവെക്കുന്നുവെന്ന് അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയുണ്ടായി. രാവിലെ ഒരു സ്വകാര്യ ചാനൽ അവരുടെ ഉദ്ഘാടന ദിവസത്തിൽ പുറത്തുവിട്ട ഒരു വാർത്തയെ തുടർന്നാണ് മന്ത്രി കെ ശശീന്ദ്രൻ രാജിവച്ചിരിക്കുന്നത്. അതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യത്തെക്കുറിച്ച് ഏത് ഏജൻസിയെക്കുറിച്ച് വേണമെങ്കിലും ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാമെന്ന് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. രാഷ്ട്രീയപരമായ ധാർമ്മികതകൾ മുൻനിർത്തിയാണ് തന്റെ രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, താൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയുമില്ല. താൻ എല്ലാവരോടും വളരെ ഫ്രീയായ രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരോട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വന്നത്. ഏതായാലും നിലവിൽ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഇത്തരത്തിൽ താൻ മൂലം തന്റെ സർക്കാരിനോ തന്റെ മുന്നണിക്കോ തന്റെ പാർട്ടിക്കോ ഒരു അപകീർത്തികരമായ അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ധാർമ്മികത മുൻനിർത്തി താനിപ്പോൾ രാജിവെക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഒരു സ്വകാര്യ ചാനൽ അവരുടെ ഉദ്ഘാടന ദിവസത്തിൽ അശ്ലീല സംഭാഷണം നടത്തുന്നു എന്ന രീതിയിൽ പുറത്തുവിട്ട ഒരു ഓഡിയോ ടേപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം എത്തിയത്. വലിയ ചർച്ചകളൊക്കെയായിരുന്നു വിഷയത്തിൽ നടന്നത്. ഒടുവിൽ നേരത്തെ തന്നെ മന്ത്രി രാജിവെക്കും എന്ന സൂചനകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഒടുവിൽ അതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഗൗരവതരമായ വിഷയത്തിൽ അദ്ദേഹം തന്റെ രാജി പറഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിൽ ഇനി ഗതാഗത മന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ ഉണ്ടാകില്ല. ഞാൻ മാറി നിന്നുകൊണ്ട് എല്ലാ അന്വേഷണവും ഏത് രീതിയിലുള്ള അന്വേഷണവും നടക്കട്ടെ. താൻ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നടന്നാൽ അത് ധാർമ്മികമായിരിക്കില്ല. ഒരിക്കലും തൻ്റെ മുന്നണിക്കും തൻ്റെ സർക്കാരിനും അത് ഒരു ശരിയായ നടപടി ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്ന് മന്ത്രി കെ ശശീന്ദ്രൻ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം രാജി മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരളത്തോട് തന്റെ രാജി പ്രഖ്യാപനം അറിയിച്ചത്. സിജു കണ്ണൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ വേണ്ടി. സിജു, കെ ശശീന്ദ്രൻ പറഞ്ഞത് കുറ്റസമ്മതമല്ല തന്റെ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ, രാജിവെക്കാനിടയായ സാഹചര്യത്തെ എങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വിലയിരുത്തിയത്, പറഞ്ഞത്? മനു, ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് മന്ത്രി കെ ശശീന്ദ്രൻ, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 4 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു വിവാദപരമായ ഒരു ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടേത് എന്ന പേരിൽ ഈ ചാനലിൽ കൂടി പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി പ്രധാനമായും ഇവിടെ വിശദീകരിച്ചത്. അതിൽ പ്രധാനമായും ഈ രാജിക്ക് കാരണമായി മന്ത്രി പറയുന്നത് ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാജി എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിസന്നദ്ധത ഇപ്പോൾ രാജി മന്ത്രി കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അപ്പോൾ മന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഈ ഫോൺ സംഭാഷണവുമായി തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവും തനിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇതൊരിക്കൽ പോലും ഒരു കുറ്റസമ്മതം, ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കുകയാണ്. അപ്പോൾ അതൊരിക്കൽ പോലും തൻ്റെ കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. തൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ താൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ധാർമ്മികതയുണ്ട്. അതോടൊപ്പം തന്നെ LDFനും തൻ്റെ പാർട്ടിയുടെയും യശസ് കളങ്കപ്പെടരുത്, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ യശസ് കളങ്കപ്പെടരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ രാജി എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ശരിതെറ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്നില്ല. വിവാദമുണ്ടായ സാഹചര്യത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ധാർമ്മികത, താൻ ഇത്രയും കാലം പൊതുജീവിതത്തിനിടയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് താൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ശരിതെറ്റുകളെക്കുറിച്ച് പിന്നീട് പരിശോധിക്കപ്പെടേണ്ടതാണ്. വിവാദമുണ്ടായ സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി നല്ല രീതിയിലുള്ള പിന്തുണയാണ് ഈ സമയത്ത് തന്നത്. രാജിസന്നദ്ധത അറിയിച്ചപ്പോൾ കൃത്യമായും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ ആ തീരുമാനമെടുക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നില്ല, ഇപ്പോൾ രാജിവെക്കുന്നു. അതിനുശേഷം ഈ
ശരിതെറ്റുകളെക്കുറിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും പരിശോധിക്കട്ടെ. ഏത് തരത്തിലുള്ള ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തൻ്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ജനങ്ങളോടും അതോടൊപ്പം തന്നെ വോട്ടർമാരോടും താൻ ശരിയായ കാര്യം മാത്രം ചെയ്യും എന്ന ഒരു ഉറപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അത്തരമൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിലാണ് രാജിവെക്കുന്നത്. അന്വേഷണം സാധാരണ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏത് ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. അന്വേഷണം നടക്കുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ താൻ ആ സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇത്തരം ആരോപണവുമായി ബന്ധപ്പെട്ട് ഞാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ താൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നത് ശരിയല്ല എന്നാണ് താൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ താൻ രാജിവെക്കുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. മനു, തീർച്ചയായിട്ടും ഇവിടെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായല്ലോ. സി ജി, പ്രധാനമായും ഇതിലെ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാരണം അദ്ദേഹം താൻ ഇത്തരത്തിൽ തനിക്ക് മനസ്സറിവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭാഷണം പുറത്തു വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അങ്ങനെ എന്തെങ്കിലും സംശയമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ കാര്യത്തിൽ മന്ത്രി അതിന് മറുപടി പറഞ്ഞത്? മനു, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ മന്ത്രി എ കെ ശശീന്ദ്രനോട് ചോദിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന രീതിയിൽ താൻ തൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. ഇതിലെ ശരിതെറ്റുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യവും ശരിതെറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രിയും സർക്കാരുമാണ്. ആ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഏജൻസിയെ കൊണ്ടും താൻ ഏത് തരത്തിലുള്ള ഏജൻസി അന്വേഷണം നടത്തിയാലും അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളം വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ മറ്റ് വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന കാര്യം കൂടി ഈ രാജിയിലേക്ക് എത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശരിതെറ്റുകൾ കൃത്യമായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പിന്നീട് വരും ദിവസങ്ങളിൽ നടത്തുന്ന അന്വേഷണങ്ങൾ കൂടി പരിശോധിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശരിയും തെറ്റും കണ്ടെത്തുമെന്ന ഒരു വിശ്വാസവും എ കെ ശശീന്ദ്രൻ ഇവിടെ പ്രകടിപ്പിച്ചു. പക്ഷേ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഏത് സ്ത്രീയാണ് തന്നോട് സംസാരിച്ചത് എന്ന് ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമം പറയുന്നില്ല. മറ്റൊന്ന്, ആ സംസാരിച്ച സ്ത്രീയുടെ ഒരു ശബ്ദം പോലും ആ സംഭാഷണത്തിൽ കേട്ടതായും ആരും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ വ്യക്തമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന് താൻ മന്ത്രിസ്ഥാനത്തിരുന്നാൽ അത് ശരിയാവില്ല, താൻ മാറി നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നടന്നോട്ടെ എന്ന ആ നിലപാടാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചത്. മനു, തീർച്ചയായും മാധ്യമപ്രവർത്തകർ നിരവധി കാര്യങ്ങൾ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് രാജിവെക്കേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ തരത്തിൽ ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എ കെ ശശീന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതുപോലെ രാജിവെക്കാതിരിക്കാനാണെങ്കിൽ നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങളൊന്നും പരിഗണിക്കാതെ ആദ്യഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഇത്രയും കാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ താൻ തുടർന്നു വന്നിരുന്ന രാഷ്ട്രീയ ധാർമ്മികത, അതോടൊപ്പം തന്നെ LDF-ന്റെയും നിലവിലുള്ള സർക്കാരിൻ്റെയും തൻ്റെ പാർട്ടിയുടെയും തൻ്റെ പാർട്ടിയിൽ ഓരോ പാർട്ടി പ്രവർത്തകനും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ തനിക്കുമേൽ നൽകിയിരിക്കുന്ന ഒരു വിശ്വാസവും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതുകൊണ്ടാണ് താൻ ഈ രാജിയിലേക്ക് എത്തുന്നത് എന്ന് വളരെ വ്യക്തമായി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഒരിക്കലും ഒരു കുറ്റസമ്മതമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. മറ്റു കാര്യങ്ങൾ, ഇതിലെ ശരിതെറ്റുകൾ, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിരവധി തവണ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അതുമായി സംബന്ധിച്ച് വ്യക്തമായി ഒരു കാര്യങ്ങളും ഇപ്പോൾ പറയാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് എ കെ ശശീന്ദ്രൻ സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായും ഇത്തരം ഒരു വിവാദം നടക്കുമ്പോൾ താൻ ഒരു സർക്കാരിലെ മന്ത്രിയായിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഇത്തരം വിവാദം വന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കും. ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ
കാലത്തുള്ളതുപോലെ തന്നെ അന്വേഷണം നടക്കുമ്പോൾ ആ സ്ഥാനത്ത് മന്ത്രിയായി തുടരുന്നത് ഒരു ശരിയാണെന്ന് ഇത്രയും കാലം താൻ തുടർന്നു പോന്നിരുന്ന രാഷ്ട്രീയ നിലപാടിൽ തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തൻ്റെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനും അതോടൊപ്പം തന്നെ മുന്നണിയുടെയും യശസ് സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി താൻ രാജിവെക്കുന്നത്. തെറ്റും ശരിയും പിന്നീട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊന്നും താൻ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നില്ല. ഈ ധാർമ്മികതയുടെ പേരിൽ താൻ രാജിവെക്കുന്നു എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ഒരു നിമിഷം കൂടി ഒരു കാര്യം കൂടി ഉണ്ട് സിജു. അതായത് തൻ്റേതല്ല ആ വാചകങ്ങൾ, താൻ സംസാരിച്ചതല്ല എന്ന് AK ശശീന്ദ്രൻ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ താങ്കൾ ഒരു നിയമ നടപടിയിലേക്കോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതുകൂടി ഒന്ന് വ്യക്തമാക്കുക. മനു, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെ വന്ന ഏതെങ്കിലും സ്ത്രീകളോട് താൻ മോശമായി ഇതുവരെ പെരുമാറിയിട്ടില്ല. നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അവരോട് വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ ഇത്രയും കാലം ഇടപെട്ട് പോന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വന്ന ഓഡിയോ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. സ്വാഭാവികമായും ഇതിന്റെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് മന്ത്രി വ്യക്തമാക്കിയില്ല. ആദ്യഘട്ടത്തിൽ ഈ വിവാദമുണ്ടായി മണിക്കൂറുകൾ മാത്രമാണ് ആയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ താൻ ഇപ്പോൾ എടുക്കേണ്ട ഒരു നിലപാട്, ഇപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. അത് വളരെ പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ്. അതാണ് താനിപ്പോൾ ചെയ്യുന്നത്. തെറ്റും ശരിയും പിന്നീട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയും സർക്കാരും ഈ കാര്യത്തിൽ പരിശോധന നടത്തി അതിന്റെ ശരിതെറ്റുകൾ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് മന്ത്രി പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു തീരുമാനങ്ങളും ഒരു പ്രസ്താവനകളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ശരി സിജു, ഞാൻ പറയാം. ഇപ്പോൾ ശ്രീമതി സോണിയ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സോണിയ, താങ്കൾ വാർത്ത കണ്ടതാണ്, ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. രാവിലെ മുതൽ അത് ശ്രദ്ധിച്ചതാണല്ലോ. ഒരു മാധ്യമം അവരുടെ ഉദ്ഘാടന ദിവസം ഒരു വാർത്ത പുറത്തു വരുന്നു. ആ വാർത്തയെ തുടർന്ന് ഒടുവിൽ ആ മന്ത്രി രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. എങ്ങനെയാണ് ഇതിനെ താങ്കൾ ഇപ്പോൾ കാണുന്നത്? ഈ വാർത്ത ഒരു അനുയോജ്യമായ സാഹചര്യത്തിലല്ല ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുരുഷന്റെ ക്ലിപ്പിംഗ്സ്, അതായത് ഒരു ഓഡിയോ വിഷ്വൽസ് ഇങ്ങനെ എയർ ചെയ്യുകയും അദ്ദേഹം അവര് പറയുന്നത്, ഈ ചാനൽ പറയുന്നത്, അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് പരാതിയുമായി ചെന്ന ഒരു സ്ത്രീയുമായിട്ടുണ്ടായ സംഭാഷണമാണെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഉന്നയിക്കാൻ ശ്രമിച്ച ഒരു ചോദ്യം, ആരാണ് പരാതിക്കാരി, എന്താണ് വിഷയം, അതിനാസ്പദമായ സംഭവം എന്താണ്, ഇത്തരം വിഷയങ്ങളൊന്നും മറുസൈഡുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. എന്താണ് ഇതിനെക്കുറിച്ചെന്നുള്ള യാതൊരു വ്യക്തതയും ഇല്ല. പക്ഷെ ഇതൊരു പുരുഷന്റെ ഒരു സംഭാഷണം, അതിനെ സെൻസേഷനലൈസ് ചെയ്തിട്ട് ഇതൊരു ലൈംഗിക പീഡനമാണ്, സ്ത്രീ പീഡനമാണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. മറിച്ച് അതൊരു പരാതിയാണെങ്കിൽ ആ പരാതിക്കാരി തീർച്ചയായിട്ടും ആ പരാതി ഉണ്ടാവണം, എന്താണ് സംഭവം എന്ന് പറയണം. അവരുടെ സമ്മതമില്ലാതെയാണ് അദ്ദേഹം ഈ ചർച്ച നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ് അദ്ദേഹത്തിനെതിരെ. മറിച്ച് ഈ ഇതൊരു ആകമാനം ഇത് പെട്ടെന്നുണ്ടായ ഒരു ബ്രേക്കിംഗ് പോലെ ഉണ്ടാക്കപ്പെട്ട ഒരു വാർത്ത പോലെയാണ് നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും. ശ്രീമതി സോണിയ ജോർജ്, അതായത് ആ വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ അതിനെല്ലാ ശിക്ഷയും ഉറപ്പുവരുത്തണം. പക്ഷേ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സംഭാഷണം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. മറുവശത്ത് ഒരു മുഖമോ ഒരു ശബ്ദമോ നമ്മൾ കേട്ടിട്ടില്ല. അതാണോ ഒരു സംശയത്തിലേക്ക് താങ്കളെ എത്തിച്ചത്? മാത്രമല്ല, ഇത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ ഒരു പരാതി എവിടെയെങ്കിലും ലഭിച്ചതായിട്ട് നമുക്ക് അറിവുമില്ല. അത് മാത്രമല്ല, ഇതല്ലല്ലോ ഒരു സ്ത്രീ, പ്രത്യേകിച്ചും ഈ ഒരു സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും സ്ത്രീ പീഡനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പകരം പെട്ടെന്ന് ഈ ഒരു ന്യൂസിലൂടെ തന്നെ ഒരു പ്രത്യേക ആരുടെയോ ഒരു പ്രത്യേക താല്പര്യമാണ് ഇതിൽ മുൻനിർത്തി
ഈ ന്യൂസ് പുറത്തു വന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറിച്ച് എന്നിട്ട് അതിൽ പ്രതികരിക്കുന്നവരെ കൊണ്ട് ഇതിനെതിരായി നിങ്ങൾ എന്ത് പ്രതികരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതാണോ ഇത് കേരളത്തിൽ ഒരു മീഡിയ ധർമ്മമാണോ ഇതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ചാനൽ പുതിയതായി തുടങ്ങുമ്പോൾ ആ ചാനലിൽ ഉണ്ടാകേണ്ട ധർമ്മം ഇതാണോ? ഒരു മീഡിയ എത്തിക്സ് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താണ് ഈ എത്തിക്സ്? അതിനെതിരെ ഈ കേരളത്തിലെ ഒരു സാമാന്യ ജനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന വികാരം എന്താണ്? അതും അധികാരവും പദവിയും ഒക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചകൾക്കുള്ളിൽ മറുഭാഗം ഒന്നുമില്ലാതെ കേൾക്കുന്ന കുറെ സംഭാഷണങ്ങൾ അത് ആസ്വദിക്കാനും അതിന്മേൽ അടുത്ത തന്ത്രം മെനയാനും തയ്യാറായി കുറെ പേർ ഈ സമൂഹത്തിലുണ്ടാവും. അവരെയാണോ പരിപോഷിപ്പിക്കേണ്ടത്? അതോ സ്ത്രീകളുടെ യഥാർത്ഥ അവകാശങ്ങളും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണോ ഈ സമൂഹത്തിലെ മീഡിയ ചർച്ച ചെയ്യുക? പ്രത്യേകിച്ചും കേരളത്തിലെ മീഡിയ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ് എനിക്കുള്ള ചോദ്യം. തീർച്ചയായിട്ടും അത് എല്ലാ മീഡിയസിനും തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും ആ ചോദ്യം അത് ബാധകമാണ്. ഏതായാലും ഗൗരവതരമായി തന്നെ നമ്മൾ ആരോപണത്തെ ആക്ഷേപത്തെ എടുക്കുന്നു. പക്ഷേ അതിൽ താങ്കൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് മാധ്യമങ്ങളാണെങ്കിലും ഈ രണ്ടു വശവും ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും വരും അന്വേഷണങ്ങളിലും വരും ദിവസങ്ങളിലും ആ രണ്ട് വശവും സംസാരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.